തൗതാരം പൊന്നാനി സൗഹൃദ കൂട്ടായ്മ പ്രസിദ്ധീകരിച്ച നെവെയ്ത്തു വിജയാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പൊന്നാനിയിലെ നോമ്പോർമകൾ ചേർത്തുവെച്ച് സൗഹൃദ കൂട്ടായ്മയായ തൗതാരം പൊന്നാനി പ്രസിദ്ധീകരിച്ച നവേത്തു പുസ്തകത്തിന്റെ വിജയാഘോഷം സംഘടിപ്പിച്ചു. ആദ്യ എഡിഷനിലെ 1000 കോപ്പികൾ ഒരു മാസം കൊണ്ടാണ് വിറ്റൊഴിഞ്ഞത്. പുസ്തകത്തിൽ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയവരുടെ സംഗമവും നടന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വാ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ, എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം CV റോഡ്, പൊന്നാനി. എഴുത്തുകാരുടെ അനുഭവം പങ്കുവെക്കലിൽ ചീഫ് എഡിറ്റർ KM ബിച്ചുകോയ മോഡറേറ്ററായി. എഡിറ്റർ KV നദീർ ആമുഖ ഭാഷണം നിർവഹിച്ചു. ഡോക്ടർ K ലതിക, TV അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ, അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരി, നിജീബ് കുറ്റിപ്പുറം, താജ് ബക്കർ, ഇബ്രാഹിം പൊന്നാനി, ജസി സലീം, KM അബ്ദുറഹ്മാൻ, UK കബീർ, T ഷാവുൽ ഹമീദ്, TK അഷ്റഫ് തുടങ്ങിയവർ സംഗമത്തിൽ സംസാരിച്ചു. PP കമാലുദ്ദീൻ സ്വാഗതവും നൂറുദ്ദീൻ കോയ നന്ദിയും പറഞ്ഞു. പൊന്നാനി വിഭവങ്ങളുടെ ചായ സൽക്കാരവും ബീട്രൂട്ട് മ്യൂസിക്കൽ ബാൻഡിന്റെ ഗസൽ വിരുന്നും വിജയാഘോഷ പരിപാടിയിൽ അരങ്ങി. സ്വാഗതം. ടോപ് 10 ട്രാവൽ ആൻഡ് ടൂർസ്, തൃക്കാവ് പൊന്നാനിയിൽ നിങ്ങളുടെ വിശ്വസ്തമായ യാത്രാ കൂട്ടുകാരൻ. ബുക്ക് നൗ വിത്ത് ടോപ് 10 ട്രാവൽ ആൻഡ് ടൂർസ്, ദ വിങ്സ് ഓഫ് ട്രസ്റ്റ്. ജീവിതത്തിൽ ആദ്യമായി എഴുതിയ 10-40 ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അച്ചടി മഷി പുരണ്ട 10-40 ആളുകൾ. അവരുടെയൊക്കെ ഓരോ ലേഖനങ്ങൾ, ഇപ്പോൾ BEdൽ നടന്ന ചർച്ചയിൽ പോയപ്പോൾ അവിടുത്തെ 52 കുട്ടികൾ ഓരോ ടൈറ്റിൽ എടുത്ത് വായിച്ചവരാണ്. അങ്ങനെ വായിച്ചിട്ട് അവർ പറഞ്ഞതിൽ KP രാമനുണ്ണിയുടെ ലേഖനം ഉണ്ടായിരുന്നില്ല, ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ ലേഖനം ഉണ്ടായിരുന്നില്ല, C അഷ്റഫിൻ്റെ ലേഖനം ഉണ്ടായിരുന്നില്ല. അവർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതും അവരുടെ മനസ്സിൽ തട്ടിയതുമായി ലേഖനങ്ങളൊക്കെയും ആ പുസ്തകത്തിൽ ആദ്യമായി എഴുതിയവരുടെ ലേഖനങ്ങളായിരുന്നു. അപ്പം അത്രമേൽ ഹൃദ്യമായി, അല്ലെങ്കിൽ പുതിയ തലമുറയിലെ അധ്യാപക വിദ്യാർത്ഥികളുടെ മനസ്സിൽ പോലും കൊളുത്തിയിടാൻ കഴിയുന്ന തരത്തിൽ അത്രയും ഹൃദ്യമായി എഴുതിയവരായിരുന്നു അതിൽ എഴുതിയ പുതു എഴുത്തുകാരൊക്കെയും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി സവിശേഷതകൾ ഈ പുസ്തകത്തെ സംബന്ധിച്ച് നമുക്ക് സാധ്യമാക്കാനായിട്ടുണ്ട്. ഇത് വലിയ ചർച്ചകളിലേക്ക് ഇനിയും ഇത് വികസിക്കും. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ചരിത്രകാരന്മാരുടെ കൈകളിലേക്കും ഈ പുസ്തകം, ശേഷിക്കുന്ന പുസ്തകം എത്തിക്കാനുള്ളൊരു പ്ലാൻ ഇതിൻ്റെ സംഘാടകർക്കുണ്ട്. ആ അർത്ഥത്തിൽ ഇത് വലിയ ചർച്ചയിലേക്ക് ഈ പുസ്തകം പോകും. നിങ്ങൾ ഓരോരുത്തരും, ഇതിൽ എഴുതിയവർ എന്ന നിലക്ക് ഓരോരുത്തരും നിർവഹിച്ചത് ചരിത്രപരമായൊരു ദൗത്യ നിർവഹണമാണ്. ഒരു നാടിനെ അടയാളപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്തത്. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ. രൂപ റെസിഡൻസി, CV ജംഗ്ഷൻ, പൊന്നാനി. ചീരക്കഞ്ഞിയ ഇത് മാത്രമാണെന്നൊക്കെ നമ്മൾ ആദ്യം എൻ്റെ മനസ്സിൽ അങ്ങനെ, പക്ഷേ ഓരോരുത്തരെ എഴുത്ത് കിട്ടിയപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള സാധനം എന്ന് പറഞ്ഞതിൻ്റെ ലെവലൊക്കെ വേറെ ലെവലിലേക്ക് പോയി. നമ്മൾ ഇത് ഈ കഥിനപടി, പിന്നെന്താണ് ആളുകളുടെ അറിയിക്കൽ, സൈറൺ, അത് മാത്രമല്ലാതെ അതിനകത്തൊക്കെ ഉള്ളിലേക്ക് വന്നപ്പോൾ സംഗതി നമ്മളെ പിടുത്തം വിട്ടുപോയി. അത്രയും ഗംഭീരമായിട്ട് ഇതിൻ്റെ സംഗതിയിൽ വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് വായിക്കപ്പെടുന്നത്. അല്ലാതെ ഇത് മറ്റൊക്കെയാണ് എല്ലാവരും എഴുതുന്നതാണ്. ഞാനും എഴുതുന്നത് മുത്തായിക്കുറ്റി, നജീർ എഴുതുന്ന മുത്തായിക്കുറ്റി. അപ്പോൾ അതിൻ്റെ സന്തോഷം, ഇത് സത്യം പറഞ്ഞാൽ അത് അതിൻ്റെ പണി മുതൽ പ്രകാശനം കഴിഞ്ഞതുപോലെ വരെ ഇത് സന്തോഷം പറഞ്ഞിട്ട് തീരുന്നില്ല എന്നുള്ളതാണ് സത്യം പറയാമല്ലോ നമ്മളോട്. ഇത് ഇങ്ങനെ വന്നിരുന്ന് ഇവിടുത്തെ നിലയോര പാതയിൽ ഏതെങ്കിലും ചായപ്പീടിയിൽ പോയി ആ 7 മണിക്കൊണ്ട് കൂടും, 10 മണി വരെ വേറെ ഒന്നും പറയാനില്ല. എന്റെ ഫാമിലിയിൽ കല്യാണം, ഫാമിലി വെഡിങ് സെന്റർ. ഞങ്ങൾ ഈ വിൽപ്പന കൊടുത്ത് ഞങ്ങൾ ആദ്യമായിട്ട് പോയത് പിന്നെ ശ്രീധരമേനോൻ്റെ ബാങ്കിലാണ്. ബാങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ TK അഷ്റഫിൻ്റെ കെയർ ഓഫിൽ ബാങ്ക്. അപ്പോൾ ബാങ്കിന് ചില പരിധികളൊക്കെ ഉണ്ട്, ഇത് പാസ്സാക്കി എടുക്കാൻ ബോർഡ് മീറ്റിംഗ്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ 2-3 പ്രാവശ്യം പോയിട്ട് അവർ തന്നു, TK അഷ്റഫിൻ്റെ കെയർ ഓഫിലാണെങ്കിൽ.
പോയി ഇത് കൊണ്ടേ കൊടുക്കുന്ന സമയത്ത് ഇത് കണ്ട ഉടനെ ശ്രീധർ മാഷ് കെട്ടിപ്പിടിച്ചിട്ട് അവിടെ ഇറങ്ങി, നിങ്ങൾ എന്ത് പുസ്തകം ഇറക്കുകയാണെങ്കിലും നിങ്ങൾ ആരെയും ശുപാർശയ്ക്ക് വരണ്ട, ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നാൽ ഈ പുസ്തകം. കാരണം കെട്ടിലും മട്ടിലും ഞങ്ങൾ വരുന്നത് വരെ ആ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം കണ്ണെടുക്കാതെ ഞങ്ങളോട് സംസാരിക്കാമെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ചായ സൽക്കാരം മറ്റത് പിന്നെ പൈസയ്ക്ക് പൈസയ്ക്ക് നിങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന പറഞ്ഞ് വെല്ലടിച്ച് പൈസ കൊണ്ടു. അപ്പോൾ അതോടുകൂടി തന്നെ ഞങ്ങൾ മനസ്സിലാക്കി ഇതൊരു സാധനമാണ്. കാരണം നമ്മളൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മളെ ചീഫ് എഡിറ്ററും ബിച്ചുപോയ തങ്ങളും നദീറൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ എഡിറ്റർ ബോർഡിൽ ഒരു ഒരാളെ കുറച്ച് ആൾക്കാരൊക്കെ ഞാനും അതേപോലെ കമ്മാലും ഷാവുലൊക്കെ ആയിരിക്കും ഇരുന്ന് സംസാരിക്കും. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. കാരണം ആ അടുക്കളയിൽ എങ്ങനെയായിരുന്നു മനുഷ്യർ നിന്നിരുന്നത്? എനിക്ക് അത്ഭുതപ്പെട്ട അത് കണ്ടപ്പോൾ എന്നെ ഞെട്ടിച്ച് കളഞ്ഞൊരു കാര്യം, ആ അടുക്കളയിൽ ഞാനടക്കമുള്ള കുട്ടികൾ, എൻ്റെ അമ്മയും വലിയമ്മയും അവിടുത്തെ ഉമ്മയും അവിടുത്തെ താത്തമാരൊക്കെ നിന്നിരുന്ന ഒരു പൊസിഷൻ ഉണ്ട്, അത് നിന്നിരുന്ന ഒരു സ്ഥാനം, അതുപോലും ഒരു മാറ്റമില്ല. ആ ജനലിനടുത്ത് ഒരു മരത്തിൻ്റെ പഴയ ഒരു ഡെസ്ക് ഉണ്ടായിരുന്നു. ആ ഡെസ്കിൻ്റെ പുറത്താണ് ഈ വാട്ടിയെടുത്ത മാവ് ഉരുളകളാക്കി പത്തിരി പരത്താനുള്ള പാകമാവുന്നതിന് മുമ്പ് ചെമ്പിൽ അടച്ചു വെക്കുന്നത്. അവിടെ നിന്നാണ് താഴേക്ക് ആളുകൾ ഓരോ പലകയിട്ട് മുട്ടിപ്പലകമേ ഇരുന്നിട്ട് വട്ടത്തിലുള്ള പലകയിൽ ഇരുന്ന് പരത്തുന്ന ഒരു സ്ഥലം, അവിടെ ഇരുന്നിട്ട് ഈ ഉരുളകൾ പൊടിയിൽ ആക്കി ഉരുട്ടി കൊടുക്കുന്ന പരിപാടിയാണ് ഞങ്ങളുടെ ചെറിയ കുട്ടികളുടെ. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ.